ഒറ്റപ്പാലം പൂഴിക്കുന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ നടന്ന സപ്താഹത്തിൻ്റെ സംഗ്രഹമാണ് കേട്ടോ. ഒന്നാം ഭാഗം. അടുത്ത ഭാഗം അടുത്തന്നെ ഇടുന്നതായിരിക്കും. ഇത് കുറച്ച് ഭാഗങ്ങളും ആയിട്ട് മാത്രം എടുത്തിട്ടുള്ളതാണ്. എന്ന് നമുക്കറിയാം. പണ്ട് ഭൃഗുവിൻ്റെ പത്നി അസുരന്മാർക്ക് താവളം ഒരുക്കി കൊടുത്തതിന് വിഷ്ണു ഭഗവാൻ ഭൃഗുവിൻ്റെ പത്നിയെ വധിച്ചു. കുപിതനായ ഭൃഗു വിഷ്ണുവിനെ ശപിക്കുന്നുണ്ട്, മനുഷ്യനായി ജനിക്കട്ടെ എന്ന്. അതായത് നമ്മുടെ മനുഷ്യജന്മം അത്രമാത്രം ശപിക്കപ്പെട്ടതും പുച്ഛിക്കപ്പെട്ടതും ആണ് എന്നാണ് വിവക്ഷ. നമ്മളത് മനസ്സിലാക്കാറില്ല എന്നത് സാധാരണഗതി. സഹാചാര്യന്മാരെ ഇവിടെ വന്നിട്ടുള്ളത് മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി കോഴിക്കോട്, ശ്രീ രാജേഷ് ആമയ്യർ കോഴിക്കോടാണ്. അവരെയും സവിനയം സ്വാഗതം ചെയ്തു. ദീപപ്രോജ്വലനം നടത്തുന്നത് തന്ത്രി ബ്രഹ്മശ്രീ ആണ്ടലാടി പരമേശ്വരൻ നമ്പൂരിയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് OM രവി, അതേപോലെ പരമേശ്വരൻ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഈ യജ്ഞത്തിൽ ഇവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും സവിനയം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. യജ്ഞാചാര്യനെ സവിനയം ക്ഷണിക്കുന്നു. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ ജഗദംബികായേ നമഃ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണയുഗം. ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ശരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം. സംഗമമൂർത്തേ സങ്കടനാശന ശരണം മേ തവ ശരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. കല്ലു വേണോ നീല നീളം പോലും നല്ല കല്ലു വേണോ മല്ല പൈരി പേരോലുന്ന കല്ലു വേണമോ. ഇന്ദ്രനീലമണിവർണ്ണം
പൂണ്ടു ലക്ഷ്മി വക്ഷസ്ഥിരായി സാന്ദ്രമോദം വീളങ്ങൂമ കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ ദേവഗീതം ജഠരമാകരത്തിൽ നിന്നോദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ ദുർഗാ ഭഗവതിയെ പകരമായി കൊടുക്കായി ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടു ശിശുക്കിങ്ങേ വാങ്ങിയതാം കല്ലു വേണമോ ഗോപബാലന്മാര മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ വല്ലഭ സ്ത്രീനികരത്തിൻ കുശകഞ്ചഘോരത്തിൽ നല്ലവണ്ണം ലസിച്ചതാം കല്ലു വേണമോ ഇഹ പരസുഖങ്ങളിൽ മുഴുകിടാൻ കൽപ്പേറ്റുമം മഹാജനം ചൂടും നല്ല കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ ഹൃദയത്തിൽ ധരി പോരെ മായാബന്ധം മുറിച്ചൂടൻ മൂതാഭിയിൽ ആട്ടിടുമാ കല്ലു വേണമോ ധരിക്കൂവിൽ വേണ്ടെന്നായി തോന്നിയിലും ത്യജിക്കുവാൻ നേരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ നല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കുന്ന ഭവസൂനോദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദതീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീ ഉണ്ണികൃഷ്ണ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പാർവതീ പരമേശ്വരോ ശ്രീ മഹാദേവ ശംഭോ ശരണം. ശ്രീ ജഗദംബികായ നമഃ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈസ്തുതീയൈ യഥാമധി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അഖിലഗുരോ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഹരയേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. വലിയൊരു സൗഭാഗ്യമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രത്യേകിച്ചും കുട്ടിക്കാലം മുതൽക്ക് തന്നെ സംഗീതത്തിനോട് ഉള്ള അഭിരുചി ഉണ്ടായതും പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് തന്നെ മാനസ ഗുരു എന്നുള്ള ഭാവത്തിൽ തന്നെ സ്വീകരിച്ചതുമായിട്ടുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ആ ഒരു സ്മരണയോടുകൂടിയതായിട്ടുള്ള ഈ സന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ 50 വർഷമായിക്കൊണ്ട് അല്ലേ അനുസ്മരിച്ചു വരുന്നതായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ചെമ്പൈ സംഗീതോത്സവമൊക്കെ ഗുരുവായൂർ സന്നിധിയിൽ നടക്കുന്ന അതിലേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ആ തമ്പുരു എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള 26-ാം തീയതി ഇവിടെ വെച്ച് നടക്കുന്ന ഒരു ചടങ്ങ്, അതൊക്കെ ഈ സപ്താഹത്തിൻ്റെ ഇടയിൽ വരുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട്, ഭഗവാന്റെ അനുഗ്രഹമായിട്ട് സ്വീകരിക്കുകയാണ്. ഇവിടെ ഒരിക്കൽ പാടാനും വന്നിട്ടുണ്ട് പണ്ട്. എന്തായാലും സപ്താഹത്തിന് ആദ്യമായിട്ടാണ് ഭാഗവത ഉപാസനയ്ക്കായിക്കൊണ്ട് ഈ ഒരു പുണ്യ സങ്കേതത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. ഇതിനു മുമ്പ് അടുത്ത് വേട്ടേക്കരങ്കാവിലൊക്കെ ഉണ്ടായെങ്കിലും ആ സമയത്ത് ഇവിടെ വന്ന് തൊഴുതിട്ടുണ്ട്. എന്തായാലും സപ്താഹം ആയിട്ട് ഇവിടെ സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ ഒരു സമയത്താണ്. വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഓരോ സജ്ജനങ്ങളുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ഒരു രംഗത്തിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. മാത്രമല്ല പിന്നെ എനിക്ക് ഇത്രയൊക്കെ പ്രായമില്ല, ഇനിയിപ്പോൾ എങ്ങനെയാണ് കേൾക്കുക അതും വിചാരിക്കരുത്. കാരണം നമ്മൾ ഭാഗവതത്തിന് മുമ്പിൽ എത്തിച്ചേരുമ്പോൾ 5 വയസ്സുള്ള കുട്ടിയായിട്ട് മാറാം, 5-10 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് മാറാം. അപ്പം എന്തുണ്ടാവും? അപ്പം കേൾക്കുന്ന സമയത്ത് ആ ഉത്സാഹവും, കേൾക്കുന്ന സമയത്ത് അതേപോലെയുള്ള ആനന്ദവും അനുഭവിക്കാൻ പറ്റും. മറ്റത് നമ്മളിങ്ങനെ നമ്മുടെ പ്രായം വെച്ചും നമ്മൾ കേട്ടത് വെച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേ കിടക്കുള്ളൂ, ഭാഗവതത്തിലേക്ക് കിടക്കില്ല. അങ്ങനെ കുഴപ്പമില്ല അല്ലേ? നമ്മള് കേട്ട കാര്യങ്ങളെയും അതുപോലെ നമ്മളുടെ പ്രായം ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ എന്തുണ്ടാവും? നമ്മളിങ്ങനെ ചിന്തിക്കുക, അവിടെ ഭാഗവതം കേൾക്കുമ്പോൾ 65 വയസ്സായി ഞാനായി ഈ ഭാഗവതം കേൾക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്, ഭാഗവതത്തിന്റെ ഉള്ളിലേക്ക് കിടക്കണില്ല. അല്ലെങ്കിൽ ആ പ്രായത്തിൽ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ
ഇപ്പൊ അങ്ങനെ പറയാൻ തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും പ്രായമായി എന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ, അതല്ല പറയുന്നത്, അതിനെ പറ്റില്ല. പ്രായമായതിന്റെ കണക്കല്ല ഞാൻ പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ചതായിട്ട് ശവനകാദികൾ പോലും ചെറിയ കുട്ടികളെ പോലെ ഔത്സുക്യത്തോടു കൂടി അല്ലേ, എന്താണ് അവിടെ പറഞ്ഞ കഥാമൃത രസാസ്വാദ കുശല ശൗനക എന്നാണ്. കഥാമൃത രസാസ്വാദ കുശലന്മാരായിട്ട് അത്രയും എല്ലാം അറിയുന്നവരാണ്. അവരാണ് ഈ ചെറിയ കുട്ടികളെ പോലെ ഇരിക്കുന്നതല്ല. സൂതന് വേണമെങ്കിൽ അങ്ങോട്ട് കഥ പറഞ്ഞു കൊടുക്കാം, അങ്ങനെയുള്ള ആൾക്കാരായി ഇരിക്കുന്നത്. കഥ പറയുന്ന ആൾക്ക് വേണമെങ്കിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇന്നതല്ലേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയുള്ള മഹാഗുരുനാഥന്മാരായിട്ടുള്ള ശൗനകാദികൾ സൂതനെ നമസ്കരിച്ചുകൊണ്ട് സൂതനിൽ നിന്ന് ഭാഗവതം കേൾക്കുന്ന ആ ഭാവത്തെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക. അതെന്താ? ഭാഗവതത്തിന്റെ മഹത്വമാണ്. സൂതൻ എന്താ പറയുന്നത്? എനിക്ക് ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. യഥാതീതം യഥാമതി എന്നാണ്. എന്തൊക്കെയോ ശ്രീശുക ബ്രഹ്മർഷിയുടെ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് സാധിക്കുന്ന തരത്തിൽ ഞാൻ വർണ്ണിക്കാൻ ശ്രമിക്കാം. യഥാതീതം യഥാമതി അതാണ് ഭാഗവതത്തിലെ ആദ്യ സ്കന്ധത്തിലെ ആദ്യ അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നത് ഭാഗവതത്തില്. ഇനി അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള രംഗമാണ് ഏത്? ഭാഗവത മാഹാത്മ്യം. നൈമിഷാരണ്യത്തിൽ സൂതശബലകാദികള് ഭാഗവതത്തിന്റെ മഹത്വം എന്താണ്? ഇപ്പൊ ദേവി ഭാഗവതം പറയുന്ന സമയത്ത് അതിലുണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞ ശിവപുരാണം പറഞ്ഞു, എന്താണ് ഇത് ഭാഗവതം പറഞ്ഞു, പിന്നെ മറ്റ് പല എല്ലാ പുരാണങ്ങളും പറഞ്ഞ് ഇനി ഞങ്ങൾക്ക് അടുത്തത് കേൾക്കണം എന്ന് പറയുമ്പോഴാണ് ദേവി ഭാഗവതം പറയുന്നതെന്നാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ കഥകളെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ശവനകാദി മഹർഷീശ്വരന്മാര് വീണ്ടും സൂതനെ കണ്ടുമുട്ടി ഭാഗവതത്തിന്റെ മഹത്വം. അപ്പൊ ഭാഗവതത്തിന്റെ മഹത്വം എന്താണ് എന്നല്ല ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്? മായാമോഹ നിരാസശ വൈഷ്ണവൈ ക്രിയതേ കഥം. എന്താണ്? ഭക്തിജ്ഞാന വിരാഗാത്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ വൈഷ്ണവൈ ക്രിയതേ കഥം. ഒരു ചോദ്യം ശൗനകാദികൾ ചോദിക്കുകയാണ് സൂതനോട്. ഭക്തിജ്ഞാന വൈരാഗ്യാദികളോടുകൂടി വിവേകത്തോടുകൂടി മായാമോഹ നിരാസം സംഭവിക്കുന്നതിനായിക്കൊണ്ട് ഭക്തന്മാര് എന്താണ് കേൾക്കാറുള്ളത്? എന്തിനെയാണ് അല്ലേ ആശ്രയിക്കാറുള്ളത്? എന്താ ചെയ്യാറുള്ളത്? ക്രിയത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താ ചെയ്യാറുള്ളത്? വൈഷ്ണവന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം എന്ന് കണക്കാക്കരുത്. വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഈ വിശ്വത്തെ അറിഞ്ഞവരാണ്. ഈ വിശ്വം വിഷ്ണു എന്ന് തിരിച്ചറിഞ്ഞവർ എന്നുള്ളതാണ് വൈഷ്ണവ എന്ന് പറയുന്നത്. അതായത് വൈഷ്ണവൻ ശൈവൻ എന്നുള്ള ഭേദമല്ല അവിടെ പറയുന്നത്. വൈഷ്ണവൈ ക്രിയതേ കഥം എന്നുള്ള ചോദ്യം കൊണ്ട് വൈഷ്ണവൻ എന്നുള്ള ആ പദത്തെ കൊണ്ട് അവിടെ സങ്കല്പിക്കുന്നത് എന്താ? അല്ലെങ്കിൽ അല്ലേ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് സ്വരൂപമാണ് എന്നറിഞ്ഞ് അതൊരു വിവേകമാണ്. അതാണ് വിവേക. ആ വിവേകം ഉണ്ടായത് എങ്ങനെയാ? ഭക്തിജ്ഞാന വിരക്തികൾ ഉണ്ടായത് കൊണ്ടാണ്. ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ ഉണ്ടായത് കൊണ്ട് അവർക്ക് വിവേകമുണ്ടായി. മാത്രമല്ല ആ വിവേകം കൊണ്ട് അവർക്ക് എന്തുണ്ടായിട്ടുണ്ട്? മായാമോഹ നിരാസം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയാണ് എന്ന് പറയുന്നത് വൈഷ്ണവൈഹി. എന്നിട്ട് അവര് എങ്ങനെയാണ് ആ നിലയ്ക്ക് എത്തിയത്? അവർക്ക് എങ്ങനെയാ ഭക്തി ഉണ്ടായത്? അവർക്ക് എങ്ങനെയാ ജ്ഞാനം ഉണ്ടായത്? അവർക്ക് എങ്ങനെയാ വിരക്തി ഉണ്ടായത്? അവർക്ക് എങ്ങനെയാ വിവേകം ഉണ്ടായത്? അല്ലെ? അവർക്ക് എങ്ങനെയാണ് മായാമോഹ നിരാസം സംഭവിച്ചത്? എന്താ മായാമോഹ നിരാസം എന്ന് പറഞ്ഞാൽ? സൂപ്പർ മാർക്കറ്റ് കയറി ഇറങ്ങണ പണി നിർത്താം. അങ്ങനെ ദിവസവും ലോഡ് കണക്കിന് സാധനം ഇങ്ങനെ വാങ്ങിക്കൂട്ടുക. കാരണം എന്താ? ഇങ്ങനെ പലേ വിഷയങ്ങളും അല്ലേ പോരാ 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 എന്ന് വിചാരിച്ച് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളും ഹോസ്പിറ്റലുകളും ബേക്കറികളും ഹോട്ടലുകളും അങ്ങനെ തുണിക്കടകളും സ്വർണ്ണക്കടകളും എന്നും ഒരാൾ ഇതിന് നിൽക്കുക വെച്ചാലും നാട്ടുകാരെന്താ പറയാ? അയാൾക്ക് ഇങ്ങനെ ഉണ്ടോ ഒരാർത്തി ഒരിക്കലും. അതാണ് കുടുംബത്തിരിക്കലില്ലല്ലോ. അപ്പൊ മറ്റേ ചോദിക്കും തനിക്ക് എന്താ നഷ്ടം? ഞാനല്ലേ പോണത്. ആയിക്കോട്ടെ, ആർക്കും നഷ്ടമൊന്നുമില്ല. ഈ പീഡിയക്കാര് പറയുന്ന ഒരു വാക്ക് കേട്ടില്ലേ? നിങ്ങളുടെ കൂടെയുള്ള സ്വാമി ഇടയ്ക്കിടയ്ക്ക് പറയും. എന്താണ്? ഈ കച്ചവടക്കാരുടെ ഒരു ഭാഷ ഉണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടോ? കച്ചവടക്കാര് നമ്മളിങ്ങനെ പെശകൊക്കെ ചെയ്യുന്ന സമയത്ത് 100 രൂപയുടെ സാധനം അല്ലെങ്കിൽ 1000 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് തന്നൂടെ ചോദിക്കും ആൾക്കാർ. 500 രൂപയ്ക്ക് തന്നൂടെ? 1000 രൂപയുടെ സാധനം താൻ തൻ്റെ
മൂക്കത്തല്ലേ കണ്ണ്, മൂക്കത്ത് കണ്ണോ തന്നെ അല്ലേ? തനിക്ക് ഇത് കണ്ടൂടെ? ഇതിനങ്ങനെ വില അറിഞ്ഞൂടെ? അവസാനം പെശകി 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 അവസാനം ഈ പീഡിയക്കാരുടെ ഒരു വാക്കുണ്ട്, നഷ്ടാണ് എന്നാലും നിങ്ങൾക്കല്ലേ എന്ന് പറഞ്ഞു തരും. അതായത് നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് അർത്ഥം. മനസ്സിലാവണില്ലേ? നമ്മളെന്താ വിചാരിക്കുക? നമ്മളുടെ ശുദ്ധത കൊണ്ട് നമ്മൾ വിചാരിക്കും നഷ്ടല്ലേ. ആർക്ക്? നമ്മൾ വിചാരിക്കുക അയാൾ പറയണ കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടം. അല്ല, നഷ്ടല്ലേ. അയാള് അപ്പൊ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കല്ലേ. കേട്ടില്ലേ ഈ ഒരു ഭാഷ? അല്ലെങ്കിൽ ഒന്ന് ഒരു കടയിൽ കയറിയാൽ മതി, ഒന്ന് പെശകി നോക്കിയാൽ മതി, അപ്പൊ കേൾക്കും. നഷ്ടല്ലേ, സാരല്ല നിങ്ങൾക്കല്ലേ. ഈ സ്വാമി രസകരമായിട്ടുള്ളപ്പോ ഇരുന്നല്ല, ഇനി 5-6 ദിവസം അനുഭവിക്കാം. അദ്ദേഹം അങ്ങോട്ട് ഒരു വാക്കാണ്, നഷ്ടല്ലേ നിങ്ങൾക്കല്ലേ, കൊണ്ടുപോയിക്കോളൂ. അത് നമ്മൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ലാഭമായിരുന്നു അയാൾക്ക് നഷ്ടമായിരുന്നു. അതല്ല, അയാൾ പറയണത് നിങ്ങൾക്ക് തന്നെയാണ് എന്തായാലും നഷ്ടം, എനിക്ക് ലാഭം തന്നെയാണ് അതിന്റെ അർത്ഥം. അത് വേറെ കാര്യം. ഈ കച്ചവടക്കാരെ പെണ്ണുങ്ങൾക്ക് അവർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, പക്ഷെ അവർ പറയില്ല. പക്ഷെ ഇയാളെന്തിനാന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കും ആൾക്കാരെ കേൾപ്പിക്കാൻ, അവരും കൂടി വിചാരിക്കും ചിലപ്പോ. പോട്ടെ, എന്തായാലും ഇവിടെ മായാമോഹ നിരാസം എന്നുള്ളത് അതാണ് ഭാഗവതം കൊണ്ട്, ഭാഗവത മാഹാത്മ്യത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ഇതാണ് സംഭവിക്കേണ്ടത്. ഇവിടെ ഈ പ്രാരബ്ധത്തിൽ, ഈ സംസാരത്തിൽ പെട്ടുകിടക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി അതാണ് ഈ മായാമോഹ നിരാസം സംഭവിക്കണം എന്ന് പറയുന്നത്. നിരാസം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള നാശമാണ്. എന്തിന്റെ? മായാബന്ധങ്ങളുടെ, മായാമോഹങ്ങളുടെ. മോഹം എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനം. അജ്ഞാനനാശം എന്നാണ് അർത്ഥം. അജ്ഞാനനാശം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം വിവേകം ഉണ്ടാവണം. വിവേകം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ ഉണ്ടാവണം. അതാണ് ഭക്തിജ്ഞാന വിരാഗോ വിവേകോർത്ഥതയമായ മഹാൻ മായാമോഹനിരാസ വൈഷ്ണവേ ക്രിയതേ കഥം എന്നുള്ള ചോദ്യം ശൗനകാദികള് ചോദിക്കുന്നു. അവിടെ മറുപടി എന്താണ്? മറുപടി ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഏതസ്മാത് അപരം കിഞ്ചിൽ മനഃശുദ്ധി എന്ന വിദ്യതേ ജന്മാന്തരേ ഭവൽ പുണ്യം തഥാ ഭാഗവതം ലഭേത് എന്നൊരു ശ്ലോകം. ഇതൊക്കെ പ്രസിദ്ധമായിട്ട് പറയുന്നതാണ് അല്ലേ. എല്ലാ അജ്ഞാനങ്ങളും നീങ്ങി മായാമോഹങ്ങളെ അല്ലേ, മായാമോഹങ്ങൾ നീങ്ങിക്കൊണ്ട് ആനന്ദം അനുഭവിക്കാൻ, പരമമായിട്ടുള്ള ആനന്ദത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം എന്താണ്? ഭാഗവതത്തെ സ്വീകരിക്കുക. എന്താ ഭാഗവതത്തിന്റെ മഹത്വം? ഭാഗവതം നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ശുദ്ധീകരണം സംഭവിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ ഉണ്ടാകുന്നത്. ശുദ്ധിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താ? ഭക്തിയാണ്. ഭക്തി ഉണ്ടായാൽ ശുദ്ധി ഉണ്ടാവും. അപ്പോ മറ്റൊരു വഴിയുമില്ല. അതാണ് ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന ഒരു കാര്യം. എന്താണ്? മനസ്സ് ശുദ്ധമാവാൻ ഭക്തിയല്ലാതെ മറ്റൊരു വഴിയില്ല. കലോ പുനന്തി എന്നാണ്. സപ്താഹയജ്ഞേന കലോ പുനന്തിത്തെ. സപ്താഹയജ്ഞ, ഭാഗവത സപ്താഹത്തെ കൊണ്ട് മാത്രമേ കലിയുഗത്തിൽ ശുദ്ധീകരണം സംഭവിക്കുള്ളൂ. സംശയമില്ല. എല്ലാം ശുദ്ധമാവാൻ ശ്രീമദ് ഭാഗവതത്തെ ഉപാസിക്കുക. അത് നമുക്ക് സാധിക്കട്ടെ. ഇവിടെ ദീപാരാധനയ്ക്ക് മുമ്പ് ആ അധ്യായത്തെ വായിച്ച് നമുക്ക് ഒരു അധ്യായം വായിച്ച് സമർപ്പിക്കാം. നാളെ രാവിലെ മുതൽക്ക് സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോ ആ കഥകളെ ഒന്ന് ചുരുക്കി പറഞ്ഞ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെയും അല്ലെ, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും ഭാഗവതം തന്നെ. ബ്രഹ്മാദി ദേവന്മാർക്ക്, ദേവേന്ദ്രാദികൾക്കൊക്കെ ഭാഗവതമാണ് ആശ്രയമായിട്ട്. എല്ലാം വിട്ട് ഭാഗവതത്തെ ആശ്രയിക്കുന്നു ഈശ്വരന്മാർ പോലും എന്നാണ് നമുക്ക് പരമാത്മസ്വരൂപനായിട്ടുള്ള ഒഴിക്കുന്നത് ഉണ്ണികൃഷ്ണനായിട്ടുള്ള ആ യശോദയുടെ ഉണ്ണി അല്ലെ, ചെറിയ ഉണ്ണിയായിട്ട് ഇങ്ങനെ ആ വൃന്ദാവനത്തിൽ മണൽ വാരി കളിച്ച ആ ഉണ്ണി തന്നെയാണ് ഇവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് മണൽ വാരി കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒഴിക്കുന്നത് ശ്രീകൃഷ്ണനായിട്ടുള്ള ചെറിയ ഉണ്ണി. ആ ഉണ്ണിയെ നമുക്ക് നമസ്കരിക്കാം. കാരണം ആ ഉണ്ണി ആരാണ്? അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപം പ്രചോകസാം എൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. പൂർണ്ണ ബ്രഹ്മമാണ്. പക്ഷെ ആ ചെറിയ ഉണ്ണിയായിട്ടാണ്. ആ ഉണ്ണിയായിട്ടുള്ള ആ ഭഗവാന്റെ പാദങ്ങളിൽ മൃദുപതേ പശുപാങ്കജായ എന്ന് ബ്രഹ്മാദി ദേവന്മാർക്ക് നമസ്കരിച്ചതുപോലെ ആ പിഞ്ചുപാദങ്ങളിൽ നമുക്കും നമസ്കരിക്കാം. ഭാഗവത സപ്താഹത്തെ ഇനിയുള്ള 7 ദിവസങ്ങൾ നമ്മളെ കൊണ്ടു നടക്കാൻ ആ ഭഗവാന്റെ കൈകളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ ഒരധ്യായം ഭാഗവത മാഹാത്മ്യത്തിലെ 1-ാം അധ്യായം പാരായണം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ,
കൃഷ്ണം വന്ദേ കഥാസുതം. അഥ പ്രഥമോധ്യായ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഭാവ പുത്രേതി തന്മയതയാ തരവോഭിനീതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതി കഥാമൃതരസാസ്വാദകുശല ശൗനകോ പ്രവീശ. ശൗനകൗവാച അജ്ഞാനദ്വന്ദ്വവിധ്വംസകോടിസൂര്യസമപ്രഭാസോദാഖ്യാഹി കഥാസാരം മമ വർണ്ണരസായനം. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാ മോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഇഹ ഘോരേ കലോ പ്രായോ ജീവശ്ചാസ്വരിതാം ഗതാ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം യൽഭവേ ശ്രേയപാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത സാധനം തദ്വദാധുനാ. ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ശ്രീസൂത ഉവാച പ്രീതിശൗനകചിത്തേ തേ ഹ്യതോ വച്മി വിചാര്യ ച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. ഭക്തിയോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ വിധാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിന്മനഃശുദ്ധി ന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേ. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം വിഹിത്വൈവ ദേവാസ്തത്ര സമാഗമൻ. ശുഗം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാ കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞ്യാ പ്രപീയതാം പ്രവാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാച ക്വ മണിർമഹൻ ബ്രഹ്മരാഗോ വിചാരീവം തഥാ ദേവാഞ്ജഹാസഃ. അഭക്താം സ്ഥാംശ വിജ്ഞായ ന ദദൗ സകഥാമൃതം ശ്രീമദ്ഭാഗവതേ വാർത്താ സുരാണാമപി ദുർലഭാം. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാ ധാതാപി വിസ്മിത സത്യലോകേ തുലാം ബദ്ധ്വാ തോലയൽ സാധനന്യജ. ലഘൂന്യന്യാനി ശാഖാനി ഗൗരവേണ ഇദം മഹൽ തഥാ ഋഷിഗണാഃ സർവേ വിസ്മയം പരമം ഗീയു. മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം കലൗ പഠനാൽ ശ്രവണാൽ സദ്യോ വൈകുണ്ഠ ഫലദായകം. സപ്താഹേന ശ്രുതം ചെയ്തൽ സർവഥാ മുക്തിദായകം സനകാദ്യൈ പുരാ പ്രോക്തം നാരദായ ദയാപരീ. യദ്യപി ബ്രഹ്മസംബന്ധാൽ ശ്രുതമേതൽ സുരർഷിണാ സപ്താഹ ശ്രവണവിധി കുമാരൈസ്തസ്യ ഭാഷിത. ശൗനക ഉവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ ആസ്ഥിരസ്യ ച വിധിശ്രവേ ബുധപ്രീതി സംയോഗ പുത്രതൈ സഹ. സോദൗവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനഘം ശുകേന മമ യത് പ്രോക്തം ഗൃഹശിഷ്യം വിചാര്യ ച. ഏകദാ ഹി വിശാലായാം ചത്വാര ഋഷയോ മലാസൽസംഗാ. ഫലാനാം പീവനാം ബലിഭുജാമിവ സ്വാമിന്യഖം യദ്ദാസാനാം ദ്വാരപാനാം ശുനാമിവ. ബ്രാഹ്മണൈ ക്ഷത്രബന്ധുർഹി ദ്വാരപാലോ നിരൂപിത സകഥം തൽഗൃഹേ ദ്വാസ്തസ്സഭാണ്ഡം ഭോക്തുമർഹതി. കൃഷ്ണേ ഗതേ ഭഗവതി ശാസ്തര്യുൽപദഗാമിനാം തദ്ഭിന്നസേതോ നദ്യാഹം ശാസ്മി പശ്യത മേ ബലം. ഇത്യുക്ത്വാരോഷതാം പ്രാക്ഷോ വയസ്യാൻ ഋഷിബാലക കൗശിക്യാഭൂപസ്പൃശ്യ വാഗ്വജ്രം വിസസർജഃ. ഇതി ലംഘിതമര്യാദം ദക്ഷകഃ സപ്തമേഹനി ദംക്ഷതി സ്മ ഗുരാങ്കാരം ചോദിതോ മേ തദദ്രുഹം. തതോഭ്യേത്യാശ്രമം ബാലോകളെ സർപ്പകളയപരം പിതരം വീക്ഷ്യ ദുഃഖാർത്ഥോ മുക്തകണ്ഠോരുരോധഃ. സവാംഗിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുതവിലാപരം ഉന്മീല്യ ശനകേർനേത്രേ ദൃഷ്ട്വാ സ്വാംസേ മൃദോരകം. വിസർജ്യ പുത്രം വപ്രച്ഛ വത്സകസ്മാദ്ധിരോദിഷേ കേന വാ തേ പകൃതമിത്യുക്തഃ സന്യവേദയൽ. നിശമ്യ ശബ്ദമദർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജമഭ്യനന്ദൽ. അഹോ ബദാം ഹോ മഹദജ്ഞതേ കൃതം മൽപീയ സിദ്രോഹുരുർത്തമോ ധൃത. ന വൈ നൃഭിർനരദേവം പരാഖ്യം സമ്മാതുമർഹസ്യഭിഭക്തബുദ്ധേ. യത്തേജസാ ദുർവിഷഹേണ ഗുപ്താ വിന്ദ്രൻ വിന്ദന്തി ഭദ്രാണ്യഗതോ ഭയപ്രജാ. അലക്ഷ്യമാണേ നരദേവനാം നീരഥാംഗബാണാ വൈമംഗലോക. തദാ ഹി ചൗരപ്രചുരോ വിരംക്ഷിത്യലക്ഷ്യമാണോ
വ്യവരൂഢഭക്ഷണാൽ തദ്യന പാപമുപൈത്യനന്വയം യന്നഷ്ടനാഥസ്യ വസോർവിലുംബക പരസ്പരം ഗ്രന്ഥി ശബന്തി വൃഞ്ജതേ പശൂൻ സ്ത്രീയോർത്ഥാൻ പുരുതസ്യ ഭോജന തദാര്യധർമ്മസ്യ വിലീയതേന്ദ്രണാം വർണ്ണാശ്രമാചാരയുധസ്ത്രയീമയ തദോർത്ഥകാമാഭിനിവേശിതാത്മനാം ശുനാം കപീനാം ഇവ വർണ്ണസങ്കര ധർമ്മപാലോ നരപതി സദു സമ്രാൾ മൃഗശ്രവാ സൽസേവാ സൽസേവ്യ ക്ഷത്രബന്ധവ കൃപയാതിഥിരൂപേണ ഭവൽഭ്യസ്തീർത്ഥകാകൃത യേഷാം സംസ്മരണാൽ പുംസാം സദ്യശുദ്ധ്യന്തി വൈഗൃഹ കിം പുനർദർശനസ്പർശപാദശൗചാസനാദിഭിः സാന്നിധ്യാത്തെ മഹായോഗിൻ പാതകാനി മഹാന്ത്യഭിः സദ്യോ നശ്യന്തി വൈ പുംസാം വിഷ്ണോരിവ സുരേതരാ അപി മേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ഡുസുതപ്രിയ പൈതൃഷ്ടസേയ പ്രീത്യർത്ഥം തൽഗോത്രസ്യാത്തബാന്ധവ അന്യഥാ തേ വ്യക്തഗതേർദർശനം ന കഥം നൃണാം നിതരാം മ്രിയമാണാനാം സംസിദ്ധസ്യ വനീയസ അത പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹ കാര്യം മ്രിയമാണസ്യ സർവദാ യശ്രോതവ്യമധോ ജപ്യം യൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേധിനാം ന രക്ഷ്യതേ ഹ്യവസ്ഥാനം അഭിഗോദോഹനം കുജൽ സൂത ഉവാച ഏവം ആഭാഷിത പൃഷ്ടസ്സരാജ്ഞാ ശ്ലക്ഷ്ണയാ ഗിരാ പ്രത്യാഭാഷത ധർമ്മജ്ഞോ ഭഗവാൻ ബാദരായണി ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസക്യാം അഷ്ടാദശസാഹസ്രയാം പാരമഹംസ്യാം സംഹിതായ പ്രഥമസ്കന്ധേ ശുകാഗമനം നാമ ഏകോനവിംശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഗുരുപീഠത്തിൽ ആസനസ്ഥനാക്കി പൂജിച്ച് തൻ്റെ ഭാഗവത ശ്രവണത്തിനുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിക്കുന്നു. എന്താണ് ഒരു മർത്യൻ്റെ കർത്തവ്യം എന്നുള്ള ചോദ്യം, മനുഷ്യ ജന്മത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് പരീക്ഷിത്ത് ശ്രീ ശുകബ്രഹ്മർഷിയുടെ മുമ്പിൽ സമർപ്പിച്ചത്. അതിനുള്ള മറുപടി ആദ്യം തന്നെ ഇതാ ദ്വിതീയ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നുണ്ട്. എന്താണ് കർത്തവ്യം, എന്താണ് സ്മർത്തവ്യമായിട്ടുള്ളത്. ഇങ്ങനെ കിം കർത്തവ്യം അഥോ ജപ്യം യൽ സ്മർത്തവ്യം എന്നൊക്കെയുള്ള ആ പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ തന്നെയാണ് ഉത്തരം. ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛത അഭയം. അഭയം ആരാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അമൃതത്വത്തെ ആഗ്രഹിക്കുന്നത് ആരാണ്, മൃത്യുവിനെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ. അതാണ് ഹരി എന്നുള്ള നാമത്തെ കൊണ്ട് സൂചിപ്പിച്ചത്. ഹരിയായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ തന്നെയാണ് സ്മരിക്കേണ്ടത്, കീർത്തിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത്. ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം. ഏതാവാൻ സംഖ്യയോഗാഭ്യാം സ്വധർമ്മപരിനിഷ്ഠയാ ജന്മലാഭ പരപുംസാമന്തേ നാരായണ സ്മൃതി. എന്താണ് പരമമായിരിക്കുന്ന ലാഭം, മനുഷ്യജന്മത്തിൻ്റെ പരമമായിരിക്കുന്ന ഒരു നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ നാരായണ സ്മൃതി ഉണ്ടാവുക എന്നുള്ളതാണ്. ഭഗവാനെ സ്മരിക്കുക. ഭഗവത് സ്മരണ ഉണ്ടാവുന്നതാണ് മനുഷ്യജന്മത്തിൽ സാഫല്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പം നാരായണ സ്മൃതി ഇല്ലാത്ത ഒരാളെ മനുഷ്യനെന്ന് പറയാൻ സാധിക്കില്ല എന്നർത്ഥം. എപ്പോൾ അന്തേ നാരായണ സ്മൃതി എന്ന് പറയുന്ന സമയത്ത് അവസാനത്തിൽ നാരായണ സ്മൃതി ഉണ്ടാവുക എന്ന് മാത്രമാണോ? അതല്ല, അവസാനത്തിൽ എന്തായാലും ഉണ്ടാവണം. അതിനുള്ള വഴി നോക്കണം എന്നാണ്. അവസാനത്തിൽ ഉണ്ടായാൽ മതി എന്നല്ല, അവസാനം ഭഗവാനെ സ്മരിക്കാറാവണമെന്നോ സ്മരിക്കണമെന്നോ സ്മരിച്ചാൽ മതി എന്നോ അല്ല. പിന്നെന്താണ്, അവസാനത്തിൽ ഭഗവാനെ സ്മരിക്കും എന്ന് ഉറപ്പാക്കണം എന്നാണ്.
ഉറപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നെങ്കിൽ അവസാനം എപ്പോഴാണെന്ന് അറിയണം. അതാർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. ഉണ്ടായത് എപ്പോഴാണെന്ന് തിരിച്ചറിയണില്ല, പിന്നല്ലേ പോണത് എപ്പോഴാണെന്ന് തിരിച്ചറിയണത്. ഉണ്ടായതിനെയും ഇനി ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ അറിയോ? അതും അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് എപ്പോഴാണ് നശിക്കുന്നത് എന്നറിയാം. അപ്പോൾ ഭൂത ഭവ്യ ഭവത് പ്രഭുവായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കാം. അതാണ് സഹസ്രനാമത്തിൽ പറഞ്ഞല്ലോ അല്ലേ? ഭൂതഭവ്യ ഭവൽ പ്രഭു, ഭൂതഭവ്യ ഭവൽ പ്രഭു. ഇതൊക്കെ തിരിച്ചറിയണ ആളുണ്ടെങ്കിൽ അത് ഭഗവാനാണ്. അതുകൊണ്ട് ആ ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഭൂതഭവ്യ ഭവൽ പ്രഭുവായിരിക്കുന്ന കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതും ഒക്കെ എന്തിലാണോ അല്ലെങ്കിൽ ആരാൽ സംഭവിക്കുന്നുവോ ആ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പരിഭ്രമിക്കേണ്ടതില്ല. കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടോ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ടോ ഇനി വരാനിരിക്കുന്നതിനെ പറ്റിയിട്ടോ ആശങ്കകളും ഭയവും ദുഃഖവും ഒന്നും വേണ്ടെന്നാണ്. കഴിഞ്ഞു പോയതിനെ പറ്റി ദുഃഖമുണ്ടാവാം, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഭയമുണ്ടാവാം, ഇനി ഇതിനേക്കാളും അപകടം വന്നു ചേരുമെന്ന് ആശങ്കയുണ്ടാവാം, സംശയങ്ങളുണ്ടാവാം. ഇതിനെയൊക്കെ ഇല്ലാതെയാവണം. അതാണ് ഇച്ഛത ആഭയം എന്ന് പറയാൻ കാരണം. അഭയം എന്ന് പറഞ്ഞാൽ നിർഭയം എന്നുള്ളതിൻ്റെ തന്നെ മറ്റൊരു ഭാവം തന്നെയാണ്, മറ്റൊരു ഭാവമല്ല, അത് തന്നെ നിർഭയത്വം എന്ന് പറയുന്നത് തന്നെയാണ് അഭയം എന്ന് പറയുന്നത്. ഭയമില്ലാത്ത അവസ്ഥ. അപ്പൊ ഭയമില്ലാത്ത അവസ്ഥയെ അതെപ്പോഴാണ്? അത് വർത്തമാന കാലത്തിലാണ്. ഓരോ നിമിഷവും ഭയമില്ലാതിരിക്കണം. ഇന്നലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ ഉണ്ടായതാണ്, ദുഃഖമാണ് അല്ലേ? ആ ഭയത്തെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പൊ നടക്കുന്ന അതിനെ പോലും വേണ്ട പോലെ തിരിച്ചറിയാൻ സാധിക്കാതെ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ഭയവും ആശങ്കയും അത് വരുന്ന നിമിഷങ്ങളിലും അടുത്ത കാലത്തിലും അതുപോലെ നമുക്ക് ആശങ്കയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഭൂതഭവ്യ ഭവൽ പ്രഭുവായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചാൽ ദുഃഖങ്ങളെ തീർക്കണു, ഭയത്തെ നീക്കണു അല്ലേ? ആശങ്കകളെ സംശയങ്ങളെ ഇല്ലാതെയാക്കി തീർക്കണു. മാത്രമല്ല എപ്പോഴും ആനന്ദത്തെ നൽകുകയും ചെയ്യണം.